ടെമ്പിൾ ഷ്രൈനൊക്കെ ഉണ്ടായിരുന്ന ടെമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഭോപ്പാലിലാണ്. നമ്മൾ ഇന്നലെ മുംബൈയിൽ നിന്ന് വൈകിട്ട് നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു. മുംബൈയിലെ രണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ അവിടുന്ന് നമ്മളൊരു 4:30-ക്കുള്ള ട്രെയിനാണ് നമ്മൾ കയറിയത്. അപ്പം ഇപ്പം നമ്മളുള്ളത് ഭോപ്പാലാണ്. ഭോപ്പാൽ റാണി കമലാവതി റെയിൽവേ സ്റ്റേഷനിലാണ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഭോപ്പാലിലെ മെയിൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നേ ഉള്ള മെയിൻ സ്റ്റേഷനിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭോപ്പാലിൽ 1-2 സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഭോപ്പാലിലെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്, റാണി കമലാവതി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കണ്ട എയർപോർട്ടൊക്കെ പോലെ ഇരിക്കുന്ന എയർപോർട്ട് അല്ലെങ്കിൽ മാളൊക്കെ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ നിലയിലെന്ന് പറയുമ്പോഴത്തേക്ക് ഡോർമെട്രിയും റിട്ടയറിംഗ് റൂമും പിന്നെ അതുപോലെ തന്നെ AC കോച്ച് ഉണ്ട് ഇവിടെ, AC ലോഞ്ച് ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഫുഡ് കോർട്ട് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം. പിന്നെ താഴെ കണ്ടില്ലേ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെയും റിട്ടയറിംഗ് റൂംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓഫീസേഴ്സിൻ്റെ റൂം കാര്യങ്ങളൊക്കെ. പിന്നെ താഴ്ന്നുണ്ടല്ല മേളിലോട്ടെല്ലാം എസ്കലേറ്ററും ലിഫ്റ്റും അങ്ങനത്തെ എല്ലാം ഒരു ഹൈ സെറ്റപ്പിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ പുറമേയുള്ള ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ ഇതിൻ്റെ മേളിലോട്ട് കയറിയത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും അടിപൊളിയാണെന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഇതിലൊക്കെ ഫോട്ടോ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്നും കൂടെ ഇറങ്ങി കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. കാരണം ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തിരിച്ച് മുംബൈയിലോട്ട് ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 6 മണിക്കാണ് വൈകിട്ട് 6 മണിക്കാണ് ഇവിടുന്ന് തിരിച്ച് മുംബൈയിലോട്ട് ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റേ ഇല്ല. അപ്പം നമുക്ക് നേരത്തെ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഈ ബാഗെല്ലാം നമുക്കിവിടെ ക്ലോക്ക് റൂമുണ്ട്, താഴെ ക്ലോക്ക് റൂമുണ്ട്. അപ്പം ക്ലോക്ക് റൂം ഓപ്പൺ അല്ലായിരുന്നു നേരത്തെ. അപ്പം ഇപ്പോൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ക്ലോക്ക് റൂം ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗെല്ലാം ഇവിടെ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഭോപ്പാലിൽ കറങ്ങാനായിട്ട് ഇറങ്ങാം. ഇതെല്ലാം വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇതുണ്ടോ, കിഡ്സിന് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ള് വെയിറ്റിംഗ് ഏരിയ, ആ ഭാഗത്തെല്ലാം വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇതെല്ലാം വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഒരുപാട് കിയോസ്കുകളും പിന്നെ അല്ലാത്ത ഷോപ്പുകളും അങ്ങനത്തെ കുറേ ഉണ്ട് ഈ വെയിറ്റിംഗ് ഏരിയയിൽ. ഇതിപ്പം 2nd ഫ്ലോറാണ്. ഇത് മൊത്തം G+2 ഫ്ലോറാണ്. 2nd ഫ്ലോറാണിത്. അപ്പോൾ ഈ 2nd ഫ്ലോറിലോട്ട് ഡയറക്റ്റ് നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തും പിന്നെ ഈ ഭാഗത്തായിട്ട് എസ്കലേറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇത് 2nd ഫ്ലോറാണ്. ഇവിടെയാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളതെല്ലാം ഉണ്ട്, വെയിറ്റിംഗ് ഏരിയയും സംഭവങ്ങളെല്ലാം ആയിട്ട് ഒരു അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോർത്തിലോട്ട് വരാൻ നേരത്തല്ല, നമ്മൾ ഈ വരുന്ന വഴിക്കെല്ലാം മുംബൈയിൽ നിന്ന് ഭോപ്പാലിലോട്ട് വരുന്ന വഴിക്കെല്ലാം അത് കണക്ക് തന്നെ മുംബൈയിലും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം പക്ക നീറ്റായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ ഇത് തന്നെ ഉണ്ടല്ലേ, ഫുള്ളൊരു എയർപോർട്ട് സെറ്റപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ഇവിടെ എല്ലാം പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ടോയ്ലറ്റാണ് ഭയങ്കര പ്രശ്നം. ടോയ്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും വെള്ളം കാണത്തില്ല. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ മറ്റേ ലേഡീസിൻ്റെ വലിയ പ്രശ്നമില്ലെന്ന് പറയുന്നത്. പക്ഷേ ജെൻസിൻ്റെ എല്ലാത്തിലും മറ്റേ മുറുക്കി തുപ്പിയൊക്കെ ഇട്ടേക്കുന്നത്, മറ്റേ ഈ പാൻപരാക്കും മസാല അതെല്ലാം നിറച്ച്. പിന്നെ ടോയ്ലറ്റിലെല്ലാം അവർ ഫ്ലഷ് ചെയ്യാണ്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ ഭയങ്കര ബോറായിട്ട് നമ്മൾ റെയിൽവേയിലൊക്കെ കാണത്തില്ലേ, ട്രെയിനിൽ കാണുന്നതിനേക്കാൾ ബോറായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ കോമൺ ടോയ്ലറ്റ് ആണെങ്കിലും അല്ലാതെ സെപ്പറേറ്റ് വെയിറ്റിംഗ് ഏരിയയിലുള്ള ടോയ്ലറ്റുകളാണെങ്കിലും ജെൻസിനുള്ളതെല്ലാം പറ്റേ ബോറായിട്ടുള്ള ടോയ്ലറ്റാണ്. അപ്പം ഇവിടെയും ഇത്രയും സെറ്റപ്പൊക്കെ കണ്ടില്ലേ, ഇത്രയും അടിപൊളിയായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം അവർ ഇടയ്ക്കിടയ്ക്കെല്ലാം വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാത്റൂമിലാണെങ്കിൽ ആ ഒരു ഇതുമില്ല. പക്ഷേ എങ്ങനെ ബാത്റൂം ഇപ്പം അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നവർ ആ രീതിക്ക് യൂസ് ചെയ്യുന്നവരെല്ലാം മുറുക്കി തുപ്പിയെല്ലാം വെച്ചാൽ യൂറിനൽസിൽ ഫുള്ള് തുപ്പി മുറുക്കി അടച്ചു വെച്ചേക്കോ, ഫുള്ള് ഗ്യാപ്പൊന്നുമില്ല, വെള്ളമൊന്നുമില്ലായിരുന്നു നേരത്തെ. അപ്പോൾ അങ്ങനെ ടോയ്ലറ്റിൻ്റെ കാര്യം പറ്റേ പറ. പക്ഷേ ബാക്കിയെല്ലാം അവർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡോർമെട്രി സെറ്റപ്പ് അങ്ങനത്തെ എല്ലാം ഉണ്ട്, ക്ലോക്ക് റൂമുണ്ട്, റിട്ടയർ റൂമുകളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്കിന്ന് കറങ്ങാനായിട്ട് ഇറങ്ങാം പുറത്തോട്ട്. അപ്പോൾ നമ്മൾ ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഫുഡ് ഇതിനകത്ത് നിന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടിറങ്ങി. അപ്പം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്, റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് അതാണ് ഇപ്പോൾ കെട്ടിയത്. ഇത് മുമ്പ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു തോന്നുന്നു. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇറങ്ങി വന്നത്. അതാണ് ആ ഒരു 2 നിലയുള്ള ആ ഒരു ബിൽഡിംഗ് അതായിരുന്നു. അപ്പോൾ അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതെല്ലാം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോംപ്ലക്സ് ആണ്. ഇതെല്ലാം ഈ ബിൽഡിംഗ് എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതെല്ലാം ഈ ഇടയ്ക്ക് വന്നതങ്ങാണ്ടാണ്. കാരണം അകത്ത് TV-യിലെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഭോപ്പാലിലോട്ട് പോകണം ആദ്യം, എന്നിട്ടേ നമുക്ക് അവിടുന്ന് എല്ലാ സ്ഥലത്തോട്ടും നമുക്ക് ബസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയിട്ട് നേരെ ഭോപ്പാൽ ചെന്നിറങ്ങാം. ഇപ്പോൾ നമ്മൾ ഭോപ്പാൽ എത്തിയിട്ടില്ല, ഒരു സ്റ്റേഷൻ പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഭോപ്പാൽ ആദ്യം ചെല്ലണം.
ഭോപ്പാൽ ചെന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് എങ്ങോട്ട് പോകാനാണെങ്കിലും ബസ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഭോപ്പാലിൽ ബസ് സ്റ്റാൻഡിലോട്ട് ചെല്ലാം. നമ്മളിപ്പോൾ ഉള്ളത് സാഞ്ചിയിലാണ്. നമ്മൾ സാഞ്ചി സ്തൂപ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ ഭോപ്പാലിൽ നിന്ന് ഇങ്ങോട്ടൊരു 50 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സാഞ്ചി സ്തൂപ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും ദൂരം ബസ് പിടിച്ച് വന്നത്. നമുക്ക് തിരിച്ച് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ചെല്ലാനുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് സാഞ്ചി സ്തൂപ എല്ലാം കണ്ടിട്ട് പോവാം. അപ്പം ഇങ്ങോട്ട് ബസ് ഫെയർ ഒരു 70 രൂപ അടുപ്പിച്ചായി. നമ്മൾ ഭോപ്പാലിൽ നിന്നാണ് ഇങ്ങോട്ട് ബസ് കയറിയത്. ഒരു 60 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഭോപ്പാൽ വരെ വന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാം കൂടെ ടോട്ടൽ ഒരു 60 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാഞ്ചി സ്തൂപ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ സാഞ്ചി എത്തി. നമുക്കിനി അങ്ങോട്ട് നടക്കാം. ഈ വഴി അകത്തോട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മളിപ്പോൾ ഉള്ളത് സാഞ്ചി സ്തൂപയിലാണ്. സാഞ്ചി സ്തൂപ എന്ന് പറയുമ്പോഴത്തേക്ക് മധ്യപ്രദേശിൽ ഭോപ്പാലിന് അടുത്തായിട്ടാണ് ഈ സാഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ സാഞ്ചി സ്തൂപയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ സാഞ്ചി ഹിൽസിൻ്റെ മണ്ടയിലുള്ള ഒരു സ്തൂപം, അതാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അതാണ് ഈ സാഞ്ചി സ്തൂപ എന്ന് പറയുന്നത്. ഇത് 3rd സെഞ്ച്വറി BCEയിൽ മൗര്യൻ എംപയറിലുള്ള അശോക എന്ന് പറയുന്ന കിങ് ആണ് ഇത് നിർമ്മിച്ചത്. സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള സ്തൂപയാണ്. ബുദ്ധിസത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ബുദ്ധിസത്തിൻ്റെ ഇതൊക്കെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ് ഈ ഒരു സാഞ്ചി സ്തൂപ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴുള്ളതിലും നിലവിലുള്ളതിലായിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോൺ സ്ട്രക്ചർ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു സിംഗിൾ സ്റ്റോൺ സ്ട്രക്ചറാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. കണ്ടോ, ഒറ്റ കല്ല് കൊത്തി വെച്ചേക്കുന്ന ആ ഒരു സംഭവമാണ്. ഇതൊരു സിംഗിൾ സ്റ്റോൺ സ്ട്രക്ചറാണ്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ പഴക്കമുള്ളൊരു സ്ട്രക്ചറും കൂടെയാണ്. ബുദ്ധിസത്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ ആ സമയത്ത് 3rd സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു മോണുമെൻ്റ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഈ ഒരു സാഞ്ചി സ്തൂപ എന്ന് പറയുന്നത്. ഇതുണ്ട്, ഇതുപോലെ എൻട്രൻസ് ഇതുപോലത്തെ ഈ സംഭവം 4 സൈഡിലുണ്ട്. ഇതിൻ്റെ ചുറ്റാക 4 സൈഡിലും ഇതുപോലെ സെയിം ഉണ്ട്. ഇങ്ങനെ 2 തൂണ്, പിന്നെ ഇതുപോലെ ഇങ്ങനെ 3 ക്രോസ് ആയിട്ട്. അതിൻ്റെ ആ നടുക്ക് കണ്ടോ, ആ നടുക്കിരിക്കുന്ന രണ്ടാമത്തേൻ്റെ നടുക്ക് കണ്ടോ, അശോക ചക്രത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഔട്ടർ ഇങ്ങനെ മറ്റേ മതിൽ പോലത്തെയാണ്. ഇതിനുള്ളിലാണ് സംഭവം. ഇതിൻ്റെ ഈ എൻട്രൻസ് വഴിയെല്ലാം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. ഇതിൻ്റെ ഈ 4 സൈഡിലും എൻട്രൻസ് ഉണ്ട് ഇതുപോലെ. അതിൻ്റെ അകത്തൂടെ നമുക്ക് ഇതിൻ്റെ മേളിൽ കയറാം. മേളിൽ ഇതുപോലെ ഉണ്ടോ നടക്കാനുള്ളൊരു ഭാഗമുണ്ട്. മേളിൽ അവിടെ ഒരു ഡോമുണ്ട്. ആ ഡോം കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെയിലിംഗ് ഉണ്ട്. ഇതെല്ലാം സ്റ്റോണിലാണ് തീർത്തേക്കുന്നത്. ഇതെല്ലാം സ്റ്റോൺ സ്ട്രക്ചറാണ്. ഉണ്ടോ, ഇതെല്ലാം ഫുള്ള് സ്റ്റോണാണ്. ഉണ്ടോ, ഇതെല്ലാം സ്റ്റോണാണ്. ഇതിങ്ങനെ 3 പീസായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് ഇതെല്ലാം സ്റ്റോണാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ ചുറ്റാകെ ഫുള്ള് ചെയ്തേക്കുന്നത്. ഫുള്ള് വരുമ്പോഴത്തേക്കും ഫുള്ള് സ്റ്റോൺ അറേഞ്ച് ചെയ്തിട്ട്, ആ ഡോമൊക്കെ കണ്ടില്ലേ, ഫുള്ള് സ്റ്റോൺ അറേഞ്ച് ചെയ്തിട്ട് അവിടെ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്തും അവിടെയും ഈ സെയിം ഈ ഔട്ടർ ഇതിൽ കൊടുത്തേക്കുന്ന സെയിം ഇത് തന്നെ മേളിലും ചെറിയ രീതിക്ക് ഒരു ഹാൻഡ് റെയിൽ പോലെ കൊടുത്തേക്കുവാണ്. ഇതെല്ലാം ഓരോരോ ഗേറ്റുകളാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സൗത്ത് ഗേറ്റാണ്. അങ്ങനെ ഓരോന്നാണ്. ഇപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്നത് അത് നോർത്ത് ഗേറ്റാണ്. ഇത് സൗത്ത് ഗേറ്റാണ്. പിന്നെ ഇത് വെസ്റ്റ്, ഈസ്റ്റ്, അങ്ങനെ ഓരോ ഡയറക്ഷനിലോട്ടാണ് ഓരോ ഗേറ്റ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഓരോ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ സൈഡിൽ എൻട്രി ഉണ്ട്. നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്ക് എൻട്രി കാണത്തില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി കാണത്തില്ല. ഇവിടെ നമ്മൾ കയറിയിട്ട് ഈ സൈഡ് വഴി വേണം കയറാൻ. കയറി കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ചെല്ലുന്നത്. കാണിച്ചു തരാം. അതാണ്ട് ഇതുപോലെ കണ്ടില്ലേ, ഇപ്പോൾ താണ്ട് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ചെന്ന് ഈ വാളാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത്. പിന്നെ ഇതിന് ചുറ്റാകെ ഇങ്ങനെ നടക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെയർ കയറാം മേലോട്ട്. ഇതെല്ലാം ഫുള്ള് സ്റ്റോണിൽ ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. കാലത്ത് അത്രയും പഴക്കമില്ല, അത്രയും വർഷപ്പഴക്കത്തിൻ്റെ. ഇവിടെ നമുക്കിങ്ങനെ സ്റ്റെയർ കയറിയിട്ട് മേലോട്ടോ. ഇതുപോലെ സ്റ്റെയർ ഇതുപോലെ 4 സൈഡിലും ഉണ്ട്. കേട്ടോ, ഇവിടെ നമ്മൾ കയറുക, ഇതുപോലെ സ്റ്റെയർ. അതുപോലെ 4 സൈഡിൽ നിന്ന് കയറിയാലും രണ്ട് സ്റ്റെയർ ആയിരിക്കും. ഇപ്പോൾ ആ സൈഡിൽ നിന്ന് കയറുന്നവരാണെങ്കിലേ, ആ സൈഡിൽ നിന്ന് കയറുമ്പോഴത്തേക്ക് നേരെ ഫ്രണ്ടിലായിരിക്കും ഈ സ്റ്റെയർ വരുന്നത്. നേരെ കയറിപ്പോവാം. ഈ സൗത്തും പിന്നെ അതുപോലെ തന്നെ നോർത്തും ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് കയറിയിട്ട് ഈ സൈഡിലോട്ട് നടന്നു പോയി അവിടെ നിന്ന് കയറണം. ഈസ്റ്റും വെസ്റ്റും നിന്നൊക്കെ കയറുന്നവരാണെങ്കിൽ ഡയറക്റ്റ് സ്റ്റെയർ വഴിയായിരിക്കും നേരെ കയറി മേലെ പോകുന്നത്. ഈ സ്തൂപയുടെ മേളിലോട്ട് കയറാം. സ്റ്റെയർ വഴി നമുക്ക് മേലോട്ട് കയറി നോക്കാം.
സ്തൂപ, ഈ ഒരു സ്തൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് നമ്മളെ ആ ഒരു ബുദ്ധിസ്റ്റ് ആ ഒരു ടൈമില്ലേ, ബുദ്ധിസം ആ ഒരു ഇതായിട്ട് നിന്ന ടൈമിൽ അന്നത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. വെച്ചാൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്നത്തെ ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബിൽഡിങ്ങിലും. പിന്നെ അതുപോലെ തന്നെ ഓരോ ഭാഗത്തൊക്കെ ആയിട്ട് അവർ കുറേ കൊത്തുപണികളും കുറേ എഴുത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ രേഖപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇതുവരെ ഇത് ബുദ്ധിസത്തിൻ്റെ ഇതായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇതുവരെ ശ്രീ ബുദ്ധൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ വിക്കിപീഡിയയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർ ഇൻഫർമേഷനിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സംഭവം ആണെങ്കിൽ കൂടിയും ബുദ്ധൻ ഇതുവരെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഏതോ ഒരെണ്ണത്തിനകത്ത് ബുദ്ധൻ മരിച്ചതിന് ശേഷമുള്ള ആഷ് അവരത് കളക്ട് ചെയ്ത് അത് കീപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഏതിലോ ഒരെണ്ണത്തിൽ അന്ന് മരിച്ച സമയത്തപ്പം അവർ അതിന് വേണ്ടിയിട്ട് മരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരെന്തെങ്കിലും ടോംബോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ കോംപ്ലക്സിനകത്ത് കാണാം. നമ്മളിനിപ്പോൾ ചുറ്റി കറങ്ങി കാണുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും കാണുമ്പോൾ പറയാം. അപ്പം അങ്ങനെ എന്തെങ്കിലും കാണാം. അപ്പോൾ അവിടെ അവരത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബുദ്ധൻ ഇവിടെ അങ്ങനെ വന്നിട്ട് ഉള്ളതായിട്ട് ഒന്നും പറയുന്നില്ല. സാഞ്ചി സ്തൂപ ഈ കോംപ്ലക്സിലുണ്ടല്ലോ, ഈ ഒരു സ്തൂപ മാത്രമല്ല, ഇതുപോലെ ഒരുപാടുണ്ട്. ഇതൊക്കെ ഏതോ ആൾക്കാരെ അടക്കിയിട്ടുള്ള ടോംബും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ടെമ്പിൾ ഷ്രൈനൊക്കെ ഉണ്ടായിരുന്ന ടെമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു കോംപ്ലക്സിനകത്തുണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റ സമയത്ത് വന്നിട്ടുള്ളതല്ല. ചിലത് 9th സെഞ്ച്വറി വന്നതുണ്ട്, ചിലത് 7th സെഞ്ച്വറി വന്നതുണ്ട്. 9th സെഞ്ച്വറി അല്ല, 7th സെഞ്ച്വറി വന്നതുണ്ട്. അങ്ങനെ 6th സെഞ്ച്വറി വന്നതുണ്ട്. അത് ഓരോന്നും ഓരോ ടൈമിൽ ഓരോ കാര്യത്തിനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് ടെമ്പിൾ 20 ടെമ്പിൾ 18 എന്ന് പറയുന്ന സംഭവമാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഷ്രൈന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. അത് ആ ഒരു പീരീഡിനെ ആ ഒരു സമയത്തുണ്ടല്ലോ, ആ ഒരു സമയത്തുള്ള ആ കിങ്ങിനെയും പീരീഡിനെയൊക്കെ വർഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. അതുപോലെ ഈ ഒരു കോംപ്ലക്സിന് ചുറ്റുമായിട്ട് ഈ ഒരു സാഞ്ചി സ്തൂപ, ഇതാണ് മെയിൻ സ്തൂപ എന്ന് പറയുന്നത്. ഈ സ്തൂപയ്ക്ക് ചുറ്റുമായിട്ട് ഇതാണ് 3rd സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ബാക്കി ഇതെല്ലാം അതിനുശേഷം ഉണ്ടാക്കിയതോ അതിന് മുന്നേ ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയതോ കുറേയൊക്കെ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ചുറ്റാകെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറേ രാജാവ് അവരുടെയൊക്കെ സംഭവങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറേ ടെമ്പിളുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഒരു ടെമ്പിൾ 18 എടുത്തിട്ട് തന്നെ ഉണ്ട്. ടെമ്പിൾ 17 ഉണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഗുപ്ത പീരീഡിൽ ഉണ്ടാക്കിയിട്ടുള്ളതിന് ഒരു സ്ക്വയർ ആയിട്ട് മേളിൽ ഫ്ലാറ്റ് റൂഫൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ടെമ്പിൾ 1, 2 എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട് ഈ ഭാഗത്തെല്ലാം. കുറേ മുമ്പുണ്ടായിരുന്ന കുറേ ബിൽഡിങ്സാണ്. ഫുള്ള് കുറേയൊക്കെ പൊളിഞ്ഞ രീതിയിൽ കിടക്കുന്ന ഫുള്ള് ഉണ്ടായിരുന്ന ബിൽഡിങ്സാണ്. ഇതൊക്കെ ഈ ഭാഗത്തോട്ടൊക്കെ കുറേ മൊണാസ്ട്രീസ് ആയിരുന്നു. ഇപ്പോൾ അവിടെ ബോർഡേഴ്സ് ഉണ്ടായിരുന്നു. ആ ഭാഗത്താണ് നമ്മുടെ സാഞ്ചി സ്തൂപ വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് ഫുള്ള്. ഇവിടെ കുറേ മൊണാസ്ട്രീസ് ഉണ്ടായിരുന്നു. ഇപ്പം ഇത് മൊണാസ്ട്രി 36 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങോട്ടെല്ലാം കുറേ മൊണാസ്ട്രീസ് കാര്യങ്ങളായിരുന്നു. ഇതിനോരോ ബിൽഡിംഗ് നമ്പർ ഇട്ടൊക്കെ ഇപ്പോൾ കാണിച്ചേക്കുന്നത്, ബിൽഡിങ്ങിൻ്റെതെന്നും പറഞ്ഞാൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ അന്നത്തെ അത്രയും പഴക്കമുള്ള സംഭവങ്ങളില്ലേ, അപ്പം എന്താണെന്നുള്ളതൊന്നും കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കുറേ ബിൽഡിങ്ങുകളും കാണുമായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം കുറേയൊക്കെ കണ്ടില്ല, താഴെ മാത്രമേ ഉള്ളൂ. ബാക്കി ഇതെല്ലാം പോയിട്ടുണ്ട്, കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടുന്ന് അകത്തോട്ടൊക്കെ മൊത്തം കുഴിയായിട്ടൊക്കെ കിടക്കുക. സ്റ്റോണൊക്കെ ഉണ്ടല്ലോ ഫുള്ള്, ആ സ്റ്റോണെല്ലാം ആ സ്ലാബ് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുണ്ടോ ഫുള്ള്. ആ ഒരു ഭാഗത്തെല്ലാം സ്റ്റോൺ ജസ്റ്റ് പ്ലേസ് ചെയ്ത് ലോക്ക് ചെയ്ത് ഒരു ഇൻ്റർലോക്കിംഗ് പാറ്റേണിലാണ് ഇതെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ കുറേ കാർവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ ഫുള്ള് കാർവിങ്സ് ഉണ്ടോ ഉണ്ടല്ലേ. ഫുള്ളും സ്റ്റോൺ പ്ലേസ് ചെയ്ത് പോയേക്കുന്നുണ്ടോ. എല്ലാം വലിയ വലിയ പീസ് സ്റ്റോണുകളൊക്കെ ഈ ടെമ്പിളിനൊക്കെ യൂസ് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതെല്ലാം വലിയ വലിയ പീസുകളാണ് ഫുള്ള് വെച്ചേക്കുന്നത്. കണ്ടോ ഈ സൈഡിലുള്ള ഈ ഒരു കോമ്പൗണ്ട് വാളും കണ്ടില്ലേ, ഫുള്ള് വലിയ വലിയ സ്റ്റോണുകൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് ഉള്ളത് എൻ്റെ ഇടയിൽ കൂടെ നടന്നു. ഇതുപോലത്തെ ഉണ്ടോ കുറേ കാർവിങ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് ഈ ടെമ്പിളിൻ്റെ സൈഡിലായിട്ടാണ്.
നമ്മളിപ്പം കാഞ്ചീപുരത്ത് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കറിയാം, അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം, അത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അതിനകത്തും ഈ സെയിം ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ സ്റ്റോണുകളിൽ അതും ഒരു സ്റ്റോൺ സ്ട്രക്ചറാണ് ഫുള്ള്. അതുപോലെ തന്നെയാണ് ഇതും കുറേ സ്റ്റോൺസ് അടുക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതിലെ വ്യത്യാസം എന്ന് പറയുമ്പോൾ മറ്റേതിനകത്ത് കുറേ കാർവിങ്സ് കാര്യങ്ങളെല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാർവിങ്സും. പിന്നെ അതുപോലെ തന്നെ ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാർവിങ്സും സ്റ്റോറീസ് എല്ലാം അതിനകത്ത് കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പക്ഷേ അങ്ങനെയൊന്നുമില്ല. അതുപോലത്തെയൊക്കെ കുറവാണ്, എന്ന് വെച്ചാൽ ഇല്ലയെന്നല്ല, കുറവാണ്. കൂടുതലും ഇതുപോലത്തെ ആ സ്റ്റോൺ ആയിട്ടുള്ള അതുപോലെ തന്നെ കീപ്പ് ചെയ്തേക്കുക. ആ സ്റ്റോണെല്ലാം അതുപോലെ ഉണ്ടോ പ്ലേസ് ചെയ്ത് അങ്ങ് വെച്ചേക്കുക. കുറേയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഉള്ളത് വെച്ച് ഇപ്പം ഇതിപ്പോൾ ഉള്ളത് തന്നെ ഇത്ര ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഫുള്ളായിട്ട് അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത്രയ്ക്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഫുള്ള് മുമ്പ് ഉണ്ടായിരുന്ന പോലെ ആയിരുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിരുന്നേനെ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലേ ഇത്രയും നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ ആ മുമ്പത്തെ ആ സെയിം അതുപോലെ എല്ലാം ഉണ്ടായിരുന്നുണ്ടെങ്കിലുള്ള അന്നത്തെ കാലത്തെ ആ ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ വേറൊരു സ്തൂപയാണ്. നമ്മുടെ മെയിൻ ഒരു സ്തൂപയില്ലേ, അതിൻ്റെ സെയിം റിസംബ്ലൻസ് ഉള്ള അടുത്തൊരു സ്തൂപയാണ്. അപ്പം ഇതൊക്കെയാണ് സാഞ്ചി സ്തൂപ എന്ന് പറയുന്നത്. സാഞ്ചി സ്തൂപ എന്ന് പറയുന്നത് ഈ ഒരു കോംപ്ലക്സ് ആണ്. സാഞ്ചി സ്തൂപ എന്ന് പറയുമ്പോഴത്തേക്ക് സാഞ്ചി എന്ന സ്ഥലത്ത് സാഞ്ചി ഹിൽസിൻ്റെ മേളുണ്ടാക്കിയ സ്തൂപ, അതാണ് സാഞ്ചി സ്തൂപ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു സാഞ്ചി സ്തൂപയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് സാഞ്ചി സ്തൂപ നിന്ന് ഇറങ്ങാം. ഇനി നമുക്ക് പോകാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഭോപ്പാലിൽ ഭാരത് ഭവനിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 1-2 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. അവിടെ 2:30-ക്ക് ശേഷം ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നത്. ഇനി നമുക്ക് അടുത്തത് ഭോപ്പാലിലെ ഭാരത് ഭവനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ തിരിച്ചിവിടെ ഭോപ്പാലിലെത്തി. നമ്മൾ അവിടുന്ന് നേരെ സാഞ്ചി സ്തൂപയിൽ നേരെ ഭോപ്പാൽ തിരിച്ചു വന്ന് ഇറങ്ങി. അപ്പോൾ 3:45 അപ്പോൾ നമ്മൾ ഇനി ഭാരത് ഭവനിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഭാരത് ഭവനിലോട്ട് പോവാം.